ലൂവ്രിലെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പിന്നിലുള്ള ഈ പ്രശസ്തമായ പെയിന്റിംഗ് വ്യാജമാണോ? മൊണാലിസ വ്യാജമാണെന്ന് പലരും വിശ്വസിക്കുന്നു. 1911 ഓഗസ്റ്റ് 21-ന് വിൻസെൻസോ പെറുഗി എന്നയാൾ ലോകപ്രശസ്ത ഗാലറിയിലെ ജോലിക്കാരന്റെ വേഷം ധരിച്ച് പട്ടാപ്പകൽ മൊണാലിസ മോഷ്ടിച്ചു. പെയിന്റിംഗുകൾ പതിവായി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നതിനാൽ ആരും സംശയിച്ചില്ല. ചിത്രം കവർച്ച പോയത് 26 മണിക്കൂറുകൾക്കു ശേഷമായിരുന്നു മനസ്സിലാവുന്നത്. 2 വർഷത്തോളം ലോകം മുഴുവൻ മൊണാലിസയെ തിരഞ്ഞു. ഒരിക്കൽ അപ്രതീക്ഷിതമായി ഒരാൾ മുൻപോട്ട് വന്ന് കുറ്റം സമ്മതിക്കുകയും തന്റെ 2 കൂട്ടാളികളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു. വിചിത്രമായ കാര്യം, പെറുഗിയുടെ കൂട്ടാളികളിൽ ഒരാളായ യോസ് ചൗഡ്രോൺ ഒരു കുപ്രസിദ്ധനായ ഫോർജറായിരുന്നു. മൊണാലിസയുടെ 6 വേർതിരിച്ചറിയാൻ കഴിയാത്ത വ്യാജ പതിപ്പുകൾ അയാൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. കണ്ടെടുത്ത മൊണാലിസ വ്യാജമാണെന്ന് പലരെയും ചിന്തിപ്പിക്കാൻ ഇത് പ്രേരിപ്പിച്ചു. കൂടാതെ പെയിന്റിംഗ് വീണ്ടെടുക്കാൻ കഴിയാത്ത അധികാരികൾ മുഴുവൻ കഥയും കെട്ടിച്ചമച്ചതാണെന്ന് പലരും വിശ്വസിച്ചു. യഥാർത്ഥ മൊണാലിസയെ ഏതോ ബില്യണറുടെ സ്വകാര്യ പെയിന്റിംഗ് കളക്ഷനിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പലരും വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ചിത്രം യഥാർത്ഥമാണോ എന്ന് പലരും സംശയിക്കുന്നു. അവൾ ഒരു ചിരിയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത സത്യം അവൾക്കറിയാം. കാരണം